അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുക എന്നത്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങളായിട്ട് എന്തെല്ലാം തന്നിട്ടുണ്ടോ, നമുക്ക് തന്നിട്ടുള്ള ജീവിതവും ജീവിത സൗകര്യങ്ങളും, നമുക്ക് തന്നിട്ടുള്ള ഭക്ഷണവും വാഹനവും വസ്ത്രവും വീടും കുടുംബവും കുട്ടികളും എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണെന്ന് നാം തിരിച്ചറിയുകയും എന്നിട്ട് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നതാണ്, അതിൻ്റെ കുറവായിരുന്നാലും കൂടുതലായിരുന്നാലും ആ വിഹിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിഞ്ഞ് തൃപ്തിപ്പെട്ട് തന്നതാണ് എന്ന വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ അത് നമുക്ക് തൃപ്തിയായി തീരും. അതാവുന്നു യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുന്നതിൻ്റെ ഏകമായ കാരണം. പലപ്പോഴും പല ആളുകളും അവർക്ക് ലഭിച്ച വിഹിതത്തിൽ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ കുറവ് സംഭവിച്ചോ എന്ന പരാതി മൂലം അള്ളാഹുവിനോട് പരാതിപ്പെടുകയും മറ്റുള്ളവരോട് പരാതി ബോധിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവം കാണാൻ സാധിക്കും. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്നത് എന്താണോ അത് മുഴുവൻ നല്ലത് മാത്രമാണ് എന്നൊരു വിശ്വാസം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ അതിനെയാകുന്നു തൃപ്തി എന്ന് പറയുന്നത്. ആ തൃപ്തിയാകുന്നു അള്ളാഹു നമ്മെ സംബന്ധിച്ചിടത്തോളം തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതിനുള്ള മാനദണ്ഡം. സത്യവിശ്വാസികളെ, അസാൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും വഅസാൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. യഥാർത്ഥത്തിൽ കാര്യങ്ങളുടെ നിജസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം, പരിണിത ഫലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അറിയുന്നവൻ അള്ളാഹു മാത്രമാകുന്നു എന്നും, നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലത് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദോഷമായി ഭവിച്ചേക്കാം, നിങ്ങൾ ചീത്ത എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായും ഭവിച്ചേക്കാം. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരാകണം എന്നതാണ് ഇസ്ലാം മതം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. നാം എല്ലാവരും അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഭയവും ഭീതിയും പടച്ചവൻ എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആലോചിച്ചു നോക്കുക, അള്ളാഹു അവന് നൽകിയ ജീവിതം, അള്ളാഹു അവന് നൽകിയ ജീവിത സൗകര്യങ്ങൾ, ഇണ, കുടുംബം, കുട്ടികൾ, വരുമാനം, ഭക്ഷണം, ആയുസ്, ആരോഗ്യം, ശരീരം, അവൻ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അത് മുഴുവൻ അവൻ അള്ളാഹു എനിക്ക് തന്നത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഇഷ്ടമായിരിക്കുന്നു, ഞാൻ നന്ദി പറയാൻ ബാധ്യസ്ഥനാകുന്നു അള്ളാഹുവിനോട് എന്ന സ്നേഹത്തിൽ കലർന്നിട്ടുള്ള സ്നേഹനിബദ്ധമായ അള്ളാഹുവിനോടുള്ള ഒരു സമർപ്പണവും സമ്മതവുമായിക്കൊണ്ട് പടച്ചതമ്പുരാന് തൃപ്തിപ്പെടുകയാണ് എങ്കിൽ അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളൂ അൻഹും ദാലിക ലിമൻ ഖശിയ റബ്ബ. അള്ളാഹുവിനെ സംബന്ധിച്ച് അവരെല്ലാവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. സഹാബികൾ, സച്ചരിതന്മാർ. അള്ളാഹു ആണെങ്കിലോ അതുകൊണ്ട് തന്നെ അവരെ പറ്റിയേണ്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു. പരസ്പരമുള്ള ഒരു തൃപ്തിയാണ് വാസ്തവത്തിൽ പടച്ച തമ്പുരാന്റെ തൃപ്തിയായിക്കൊണ്ട് നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. കാര്യങ്ങളുടെ പരിണിത ഫലം നാളെ നടക്കുന്നത് എന്താണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നാളെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ കുറവുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധ്യമാവുള്ളൂ, നമുക്ക് പരാതിപ്പെടാൻ അവകാശമുള്ളൂ. വാസ്തവത്തിൽ അള്ളാഹു തന്നതിന് മുഴുവൻ തൃപ്തിപ്പെടുകയും മുഴുവൻ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ ഖലാഇനെ അങ്ങേയറ്റം തൃപ്തിപ്പെടുകയും ചെയ്തുകൊണ്ട് ജീവിക്കണം സത്യവിശ്വാസി. അള്ളാഹു തന്നിട്ടുള്ള നമുക്ക് കൽപ്പിച്ചിട്ടുള്ള ശരീഅത്തിനെ അങ്ങേയറ്റം തൃപ്തിപ്പെടണം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയൻ വറസൂല എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും തൃപ്തിപ്പെട്ട് അവൻ്റെ തൃപ്തി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ശരീഅത്തനുസരിച്ച് നമസ്കരിക്കുമ്പോഴും നോമ്പ് പിടിക്കുമ്പോഴും സക്കാത്ത് കൊടുക്കുമ്പോഴും ഹജ്ജ് ചെയ്യുമ്പോഴും തൃപ്തിപ്പെട്ട് നല്ല പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ പരിപൂർണമായ തൃപ്തിയോടുകൂടിയായിരിക്കണം അക്കാര്യങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കേണ്ടത്. പിന്നീടോ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വിധിച്ച
അനുവദിച്ചിട്ടുള്ള ആയുസ്സും ആരോഗ്യവും കുടുംബവും സൗകര്യങ്ങളും എല്ലാം തന്നെ. അല്പം ചില കുറവുകളും കുറ്റങ്ങളും ന്യൂനതകളും നമുക്ക് തോന്നിയേക്കാമെങ്കിൽ തന്നെയും അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന വിചാരവും വിശ്വാസവും നമ്മൾ അടിയുറച്ചിട്ടുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നാം സത്യവിശ്വാസിയായിത്തീരും. അപ്പോൾ നാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനായിത്തീരും. അള്ളാഹു നമ്മളെ പറ്റി തൃപ്തിപ്പെട്ടവനും ആയിത്തീരും. അള്ളാഹുവിനെ സംബന്ധിച്ച് നാം തൃപ്തിപ്പെടണം. ആ അള്ളാഹുവിനെ പറ്റിയുള്ള തൃപ്തിപ്പെടൽ യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുന്നതിനുള്ള കാരണമാണ് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന എല്ലാ കാര്യങ്ങളെയും തൃപ്തിപ്പെട്ട് നന്ദി പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന് സിക്ർ ചെയ്തുകൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ട് തൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസിയാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.